തനി നാടൻ ഫ്ലേവറിലുള്ള ഒരു പോർക്ക് പ്രിപ്പറേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. പോർക്ക് വരട്ടിയത്. ഞാൻ മഹിമാസിമോൻ. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. പോർക്ക് വരട്ടിയത് ആക്ച്വലി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് ചെയ്യാനായിട്ട് ആദ്യം ഒരു പാൻ വെക്കാം. പാനിലേക്ക് കുറച്ച് ഓയിൽ, ബിക്കോസ് നമ്മൾ പോർക്കിൽ നിന്ന് ഒരുപാട് എണ്ണ കിട്ടുന്നതുകൊണ്ട് കുക്ക് ചെയ്യുന്നത് കുറച്ച് എണ്ണ ഉപയോഗിച്ചാൽ മതി. ഞാൻ 1 ടേബിൾ സ്പൂണോളം എണ്ണ ചേർത്തു. എണ്ണ നന്നായിട്ട് ചൂടായി തുടങ്ങി. ഇതിലേക്ക് വളരെ കുറച്ച് സ്പൈസസേ എടുത്തുള്ളൂ. ചെറിയൊരു കഷ്ണം പട്ട, 1 ഗ്രാമ്പു, 1 ഏലക്ക. അതിനൊപ്പം തന്നെ നമുക്ക് ഞാൻ ഇവിടെ 10 ചുവന്നുള്ളി സ്ലൈസ് ചെയ്തത്, ഒരു മീഡിയം സൈസ് സവാള സ്ലൈസ് ചെയ്തത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആകുന്ന വരെ കുക്ക് ചെയ്യാം. സവാളയൊക്കെ ഒന്ന് സോഫ്റ്റായി തുടങ്ങി. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർക്കാം. ഇവിടെ ഇഞ്ചി ചതച്ചത് 1/2 ടേബിൾ സ്പൂണോളം, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ഒരു 1/2 കുടം വെളുത്തുള്ളി, ഏകദേശം ഒരു 8 വെളുത്തുള്ളി ഉണ്ടാവും, അത് സ്ലൈസ് ചെയ്തത് എല്ലാം ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തും എടുക്കാം. ഒരു 2 പച്ചമുളക് സ്ലൈസ് ചെയ്തത്. ഇപ്പോൾ എടുത്തേക്കുന്നത് ഒരു 1/2 കിലോ പോർക്കിനുള്ള അളവാണ്. ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിനി മസാലകളിടാം. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് മല്ലിപ്പൊടി 3/4 ടേബിൾ സ്പൂൺ, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾ പൊടി 1/2 ടീസ്പൂൺ, ജീരകം, നല്ല ജീരകം പൊടിച്ചത് ഒരു 1/4 ടീസ്പൂൺ, പെരുംജീരകം പൊടിച്ചത് 1/2 ടീസ്പൂൺ. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുക. മസാല ഒന്ന് മൂത്ത് കഴിയുമ്പം ഇത് ഓഫ് ചെയ്യാം. പച്ചമണം മാറണം, മസാലയുടെ പച്ചമണം നന്നായിട്ട് മാറണം, അതുവരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഓക്കെ, ഇത് റെഡി ആയിട്ടുണ്ട്. ഓഫ് ചെയ്യുകയാണ്. ഫുൾ കൂളായ ശേഷം മാത്രമേ നമുക്കിനി ബാക്കി പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ മിക്സർ നന്നായിട്ട് കൂളായിട്ടുണ്ട്. ഒരു ചെറിയ പിടി കറിവേപ്പില, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 3/4 ടീസ്പൂൺ ഉപ്പ്, 3/4 ടീസ്പൂൺ വിനീഗർ. ഇതിലേക്ക് പോർക്ക് 1/2 കിലോ ആണ് ചോപ്പ് ചെയ്ത്, ഇച്ചിരി ഫാറ്റോടുകൂടെ ഉള്ള പീസസാണ് ഉപയോഗിച്ചേക്കുന്നത്. ഇത് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യുക. പരപ്പിൻ്റെ ഫുൾ ചൂട് പോയ ശേഷം വേണം ഇത് ചെയ്യാൻ. അപ്പം ഞാനീ ചെയ്യുന്നത് മോട്ടോയിലുള്ള ശോശാമാംച്ചിയുടെ റെസിപ്പിയാണ്. ശോശാംച്ചി നല്ല പോർക്ക് ആണ് കുക്ക് ചെയ്യുന്നത്. അപ്പം അങ്ങനെ കിട്ടിയ റെസിപ്പിയാണിത്. ഇതിനി കവർ ചെയ്ത് വെക്കുക. 1 മണിക്കൂർ മിനിമം കവർ ചെയ്ത് വെക്കുക. ഈ സെയിം പാനിൽ തന്നെ വേണേൽ കുക്ക് ചെയ്യാം. ഞാൻ പക്ഷേ പ്രഷർ കുക്കറിലാണ് കുക്ക് ചെയ്യുന്നത്. ഇച്ചിരി ഫാസ്റ്ററാണ് കുക്കിംഗ്. മാത്രമല്ല പോർക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും ഞാൻ പ്രിഫർ ചെയ്യുന്നത് പ്രഷർ കുക്കറാണ്. കുക്കറിലേക്ക് ഈ മിക്സർ ആഡ് ചെയ്യാം. ഇനി ഇത് അടച്ച് നന്നായിട്ട് കുക്കാകുന്ന നേരം കുക്ക് ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ കുക്ക് ചെയ്തത് ഒരു വിസിൽ വന്നു കഴിഞ്ഞ് തീ കുറച്ചൊരു 10 മിനിറ്റ് വെച്ചു. അതിനുശേഷം പ്രഷർ മൊത്തം പോയ ശേഷം തുറക്കുക. അത് നോക്കി, നമ്മൾ ഒട്ടും വെള്ളം ഒഴിച്ചില്ല, പക്ഷെ നന്നായിട്ട് വെള്ളമുണ്ട്. നല്ല പെർഫെക്റ്റ്ലി കുക്ക്ഡാണ്, നല്ല ചൂടാണ്. അപ്പോൾ ഈ കുക്കറി വെച്ച് തന്നെ നമുക്ക് വഴറ്റിയെടുക്കാം. അല്ല എങ്കിൽ വേറൊരു പാനിലേക്ക് ഇട്ട് അതിനെ പറ്റിച്ചെടുക്കാം. കാണാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് ഞാനൊരു കടായിലേക്ക് മാറ്റാം. പോർക്ക് കുക്ക് ചെയ്യുമ്പോൾ ഒരുപാട് എണ്ണ വരുന്നുണ്ട്. ആ സെയിം ഓയിൽ എടുക്കുകയാണ്, കുറച്ച് ഊറ്റിനകത്തേക്ക് ഒഴിക്കാം.
ഈ എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഒന്ന് ചതച്ചിടാം. ഒരു 4-5 വെളുത്തുള്ളി. ഈ ചൂടായ എണ്ണയിലേക്ക് വെളുത്തുള്ളി ഇടാം. വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. ഒരു ചെറിയ പിടി കറിവേപ്പില. സെയിം പാനിലാണ് ചെയ്യുന്നതെങ്കിൽ ആ വെള്ളം പറ്റി അങ്ങോട്ട് വരുമ്പോൾ വെളുത്തുള്ളി ചതച്ച് അതിനകത്തേക്ക് ഇട്ടാൽ മതി. അത് തന്നെ പിന്നെ കുക്ക് ചെയ്ത് വരുമ്പോഴത്തേക്ക് സെയിം ഇഫക്റ്റ് കിട്ടും. ഓക്കെ, ഇതിലേക്ക് ഗ്രേവിയോട് കൂടെ ഈ ഇറച്ചിയും ഇടാം. ഇത് നന്നായിട്ട് വരണ്ട് വരണം. കുറച്ച് സമയം എടുക്കും. ഫുൾ പറ്റി വരട്ടെ. ഇപ്പം തന്നെ നല്ല മണമാണ്. പിന്നെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒത്തിരി സ്പൈസസ് ഒന്നും ഇല്ല. നമ്മൾ ഗരം മസാലയൊക്കെ വളരെ കുറച്ചാണ് യൂസ് ചെയ്യുന്നതിനകത്ത്. പിന്നെ നേരത്തെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിരുന്നത്. പൊടിക്കും കൂടെ ഉപ്പ് വേണം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർക്കുക. എനിക്കെപ്പോഴും പോർക്കിനകത്ത് നന്നായിട്ട് പെപ്പർ ഇഷ്ടമാണ്. അതുകൊണ്ട് കുറച്ച് പെപ്പറും കൂടെ കൂടുതൽ ആഡ് ചെയ്യുക. എരിവുണ്ട് ഇപ്പം തന്നെ. പെപ്പർ അവരവരുടെ ഇഷ്ടമനുസരിച്ച് ചേർക്കുക. ഒരു 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ കൂടെ ചേർക്കുക. അപ്പോൾ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒത്തിരി ചൂടെ നന്നായിട്ട് ബ്ലാക്ക് ആവണമെങ്കിൽ കുറച്ച് നേരം കൂടെ കിടന്ന് ഈ എണ്ണയ്ക്കകത്ത് തന്നെ കിടന്ന് ആക്കിയാൽ ഒന്നുകൂടെ ഇതാവും. ഞാൻ ഈ ഒരു പരുവത്തിലെടുക്കാറ്. അപ്പോൾ സൈഡിലേക്ക് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ എണ്ണയെല്ലാം താഴെ കളക്റ്റഡ് ആവും. എണ്ണ ഇല്ലാണ്ട് എടുക്കാം. ഇത് ഞാൻ ഓഫ് ചെയ്യുവാണ്. എല്ലാം സൈഡിലേക്ക് ആക്കിയ ശേഷം നമുക്ക് ഇനി ഒരു സെർവിങ് ബോളിലേക്ക് മാറ്റാം. ഭയങ്കര ടെംപ്റ്റിംഗ് ആയിട്ടുള്ള മണമാണ്. നമ്മുടെ പോർക്ക് വരട്ടിയത് റെഡിയാണ്. നല്ല ടേസ്റ്റിയാണ്. തനി നാടൻ ഫ്ലേവറിലുള്ള, ഒത്തിരി മസാലകളും ഇല്ല, നല്ല മൈൽഡ് ഫ്ലേവറായിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണിത്. ഇതെല്ലാവരും ട്രൈ ഔട്ട് ചെയ്യുക. ഏറ്റവും നല്ല കോമ്പിനേഷൻ ചോറിൻ്റെ കൂടെ, നാടൻ ചോറും കറിയുടെ കൂടെ തന്നെയാണ് ഇത് നല്ല ബെസ്റ്റ്. കൂടാതെ ചപ്പാത്തി പൊറോട്ടയുടെ കൂടെയൊക്കെയും സെർവ് ചെയ്യാം. ഒരു ഷോർട്ട് ഈറ്റായിട്ട് വേണമെങ്കിലും ഇടയ്ക്ക് സെർവ് ചെയ്യാം. ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. നല്ല വീഡിയോസിനായിട്ട് സ്റ്റേ ട്യൂൺഡ് ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്.